ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു ഞായറാഴ്ച ദിവസം രാവിലെ ഒരു 4:30 ആയപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. നേരം പരപരാ പുലർന്നു വരുന്നതേ ഉള്ളൂ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത്രയും കുറച്ച് ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് മിക്കപ്പോഴും എല്ലാ ദിവസവും ഇതേ സമയം തന്നെയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. പക്ഷേ ഇന്നൊരിച്ചിരി കൂടുതൽ തണുപ്പായോ എന്നൊരു സംശയം. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നോട് പൊതിഞ്ഞെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞാൻ പൊതിഞ്ഞെടുക്കുവാണ് ചേട്ടന് കൊണ്ടുപോകാനായിട്ട്. അതങ്ങനെ ഒരു കവറിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് ബാഗിലൊക്കെ വെച്ച് കൊടുത്തു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ ഇറങ്ങി കേട്ടോ. പോകാനുള്ള ടൈമായി. അപ്പോഴുള്ള ആ ഒരു കാലാവസ്ഥ കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകും എന്തോരം തണുപ്പുണ്ട് എന്നുള്ളത്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരാൾ ഇതൊന്നും അറിയുന്നില്ല. ചിലപ്പോഴൊക്കെ വണ്ടി ഓണാക്കുമ്പോഴെങ്കിലും എഴുന്നേൽക്കാറുണ്ട്. ഇതൊന്നും അറിയാതെ ഒരാൾ നല്ല ഉറക്കമാണ്. ആരാ? കിച്ചൂട്ടൻ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞാനും വിചാരിച്ചു കിടന്നുറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ, സമയം ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ അവൻ ഉണരുന്നതിന് മുന്നിട്ട് തന്നെ കുറച്ച് പണികൾ വേറൊന്നുമല്ല, വാഷിംഗ് മെഷീനിൽ ഇച്ചിരി തുണി അലക്കാനിടാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്ത് വച്ചിരുന്നാലേ അവൻ ഉണരുമ്പോഴത്തേക്കും എനിക്ക് അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ രാവിലെ തന്നെ അടുക്കളയിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയും. ചേട്ടന് കൊടുത്തു വിടാനൊക്കെ ഉള്ളതുകൊണ്ട് അടുക്കളയിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയും. പിന്നുള്ളത് ഇതുപോലുള്ള പണികളാണ്. അപ്പം അതെല്ലാം ഉണരുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കാം എന്ന് കരുതി. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെപ്പ് കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഞാൻ ചേട്ടനിട്ട് കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് ഉണ്ടായിരുന്ന പാല് പതുക്കെ സാവധാനത്തിൽ ഇരുന്ന് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് എല്ലാം ആസ്വദിച്ച് കുടിക്കുവാണ്. കാര്യം അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമേ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടാറുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ, ബൈ.